അഭിമാനവും അതിലേറെ പ്രതീക്ഷകളുമായി കാർമേഘങ്ങളെ തൊട്ടുനിൽക്കുന്നൊരു കെട്ടിടത്തിന്റെ അകത്തേക്ക് അവൻ കാലെടുത്തുവെച്ചു. വിക്രം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരൻ. അവൻ ആകെയുണ്ടായിരുന്നത് സ്വപ്നങ്ങളും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും മാത്രമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയായ ടെക്നോവേറ്റ് സൊല്യൂഷൻസിൽ ഇന്റേൺഷിപ്പ് ലഭിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു അവൻ. വിക്രം തന്റെ ആദ്യ ദിവസത്തെ ജോലികളിൽ മുഴുകിയിരിക്കുമ്പോൾ കമ്പനിയുടെ വിശാലമായ ലോബിയിൽ ഒരു ചെറിയ ബഹളം കേട്ടു. പ്രായമായ ഒരാൾ കാൽ വഴുതി വീണിരിക്കുന്നു. ചുറ്റും ആളുകളുണ്ടായിരുന്നെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. എല്ലാവർക്കും തിരക്കിട്ട ജോലികളും മീറ്റിംഗുകളും ഉണ്ടായിരുന്നു. കൂടാതെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്യാനായിരുന്നു അവർക്ക് താൽപ്പര്യം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ വിക്രം തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ മേശപ്പുറത്തേക്ക് വെച്ച് ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സാർ, സാരമില്ല, ഞാൻ സഹായിക്കാം. വിക്രം അയാളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. നിനക്ക് തിരക്കില്ലേ മോനെ? എന്തിനാ എന്നെ സഹായിക്കാൻ വന്നത്? അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. തിരക്കൊന്നും സാരമില്ല സാർ, നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? വിക്രം ചോദിച്ചു. എനിക്കിപ്പോൾ കുഴപ്പമില്ല, ഒരുപാട് നന്ദിയുണ്ട്, അയാൾ പുഞ്ചിരിച്ചു. തന്റെ ഷർട്ടിന്റെ കറുത്തുടച്ചുകൊണ്ട് അയാൾ വിക്രമിനോട് പറഞ്ഞു, നിന്റെ പേരെന്താണ്? വിക്രം വിനയത്തോടെ അവൻ മറുപടി നൽകി. നന്നായി വരട്ടെ മോനെ. അയാൾ വിക്രമിന്റെ തോളിൽ തട്ടിയിട്ട് യാത്രയായി. വിക്രം തിരികെ തന്റെ സീറ്റിലേക്ക് നടക്കുമ്പോൾ ചുറ്റുമുള്ള സഹപ്രവർത്തകർ അടക്കം പറയുന്നത് അവൻ കേട്ടു. നോക്ക്, ഒരു വയസ്സായ മനുഷ്യനെ സഹായിച്ച് നല്ലപിള്ള ചമയുന്നു. ഒരാൾ കളിയാക്കി ചിരിച്ചു. അയാൾക്ക് സിഒയുടെ മുന്നിൽ നല്ല മാർക്ക് വാങ്ങാനായിരിക്കും, മറ്റൊരാൾ കൂട്ടിച്ചേർത്തു. അവർ പറയുന്നത് കേട്ട് വിക്രത്തിന് സങ്കടം തോന്നി. ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോലും അവൻ കളിയാക്കപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ഒരു വലിയ മീറ്റിംഗ് ഹാളിലേക്ക് എല്ലാ ഇന്റേൺസിനെയും വിളിച്ചു. കമ്പനിയുടെ സിഒ ആയ ശ്രീ രാജീവ് മേനോൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് മാനേജർ അറിയിച്ചു. മീറ്റിംഗ് ഹാളിൽ ശ്രീ രാജീവ് മേനോൻ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ കമ്പനിയുടെ മൂല്യങ്ങൾ എന്തായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? അത് ലാഭം ഉണ്ടാക്കുന്നത് മാത്രമല്ല, മറിച്ച് നല്ല മനസ്സുള്ളവരായിരിക്കുക എന്നതുകൂടിയാണ്. അദ്ദേഹം തുടർന്നു. എന്റെ അച്ഛൻ ഇന്നലെ കമ്പനി സന്ദർശിക്കാൻ വന്നപ്പോൾ ഇവിടെ വീണുപോയിരുന്നു. പലരും അത് കണ്ടിട്ടും അവഗണിച്ചു. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഹാളിൽ നേരിയ നിശബ്ദതളം കെട്ടി. വിക്രം ആകാംക്ഷയോടെ കാതോർത്തു. അത് നമ്മുടെ ഇന്ത്യൻ ആയ വിക്രം ആയിരുന്നു, ശ്രീ രാജീവ് മേനോൻ പറഞ്ഞു. ഇതുകേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. വിക്രമിനെ കളിയാക്കിയവരുടെ മുഖം വിളറി. സ്വന്തം കാര്യം മാറ്റിവെച്ച് ഒരു മനുഷ്യനെ സഹായിക്കാൻ കാണിച്ച ആ മനസ്സ്, അതാണ് എനിക്ക് വേണ്ടത്. വിക്രം, നിന്നിൽ ഞാൻ ഒരു മികച്ച ലീഡറെ കാണുന്നു, ശ്രീ രാജീവ് മേനോൻ പ്രഖ്യാപിച്ചു. നിന്റെ ഇന്റേൺഷിപ്പ് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ ഞാൻ നിനക്ക് ഇവിടെ ഒരു സ്ഥിരം ജോലി വാഗ്ദാനം ചെയ്യുന്നു. മീറ്റിംഗ് ഹാളിൽ എല്ലാവരും കൈയടിച്ചു. വിക്രം ആശ്ചര്യത്തോടെയും സന്തോഷത്തോടെയും നിന്നപ്പോൾ ഇന്നലെ അവനെ കളിയാക്കിയവരുടെ തലകുനിഞ്ഞു. മനുഷ്യത്വം കാണിച്ചതിന് കിട്ടിയ ആ വലിയ അംഗീകാരം വിക്രമിന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം നിറച്ചു.